പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യായാമം അത്യാവശ്യമാണ് എന്നിന്ന് മിക്കവർക്കും അറിയാം. കൂടുതൽ ആൾക്കാർ അതുകൊണ്ട് തന്നെ വ്യായാമം ചെയ്യുന്നുമുണ്ട്. നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനും രോഗപ്രതിരോധത്തിനും അതുപോലെ തന്നെ രോഗങ്ങളെ പിടിച്ചു നിർത്തുന്നതിനും ഒക്കെ വ്യായാമം ആവശ്യമാണ് എന്ന് ഇന്ന് മിക്കവർക്കും അറിയാം. പക്ഷേ ചിലപ്പോഴെങ്കിലും വ്യായാമം ഒരു പ്രഹസനമാകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ചിലർ ചെയ്യുന്ന വ്യായാമം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തന്നെ തോന്നും. നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾ സ്വയം വ്യായാമത്തിന്റെ പ്രയോജനങ്ങൾ ഉൾക്കൊണ്ട് സ്വയമായിട്ട് തന്നെ നമ്മൾ തീരുമാനമെടുത്ത് വ്യായാമം ചെയ്യണം. മറ്റാർക്ക് വേണ്ടിയോ നമ്മൾ ചെയ്യുന്നു എന്ന് വരുത്തരുത്. പലപ്പോഴും പലരും വ്യായാമം ചെയ്യുന്നത് മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ്. ഭർത്താവിനെ ചിലപ്പോൾ ഭാര്യയെ നിർബന്ധിച്ച് നിങ്ങൾ പോയി വ്യായാമം ചെയ്യണം, അല്ലെ നിങ്ങൾ നടക്കണം എന്ന് നിർബന്ധിക്കാറുണ്ട്. അച്ഛനമ്മമാരാണ് പലപ്പോഴും കുട്ടികളെ വ്യായാമത്തിന് വേണ്ടി നിർബന്ധിക്കുന്നുണ്ട്. അമിതവണ്ണമുള്ള മോള് വണ്ണം കുറയ്ക്കുവാൻ വേണ്ടി ദിവസവും വ്യായാമം ചെയ്യാൻ പറഞ്ഞു വിടുന്ന അമ്മമാരുണ്ട്. ഇങ്ങനെ ആരുടെയെങ്കിലും നിർബന്ധത്തിന് വേണ്ടി വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾ നല്ലപോലെ വ്യായാമം ചെയ്യുകയില്ല. ഉദാഹരണമായിട്ട് നമ്മൾ നടക്കുകയാണെന്ന് വിചാരിച്ചു, നമ്മൾ പതുക്കെ നടന്നു കഴിഞ്ഞാൽ വ്യായാമത്തിന്റെ പ്രയോജനം നമുക്ക് കിട്ടത്തില്ല. നടക്കുമ്പോൾ നമ്മൾ ബ്രിസ്ക് വാക്കിംഗ് അല്ലെങ്കിൽ വേഗതയിലുള്ള നടപ്പ് നമ്മൾ നടന്നാലേ നമുക്ക് വ്യായാമത്തിന്റെ പ്രയോജനം കിട്ടുകയുള്ളൂ. അപ്പൊ വേഗതയിലുള്ള നടപ്പ് എന്ന് പറയുമ്പോൾ ആ വ്യായാമത്തിന്റെ ഇന്റൻസിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. അത് എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് വ്യായാമത്തിന്റെ ഇന്റൻസിറ്റി മനസ്സിലാക്കണമെങ്കിൽ അതിനൊരു ചെറിയൊരു ഫോർമുല ഉണ്ട്, നമ്മൾ അത് അപ്ലൈ ചെയ്യണം. അതാണ് ഏറ്റവും സയന്റിഫിക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ. അല്ലാതെ തന്നെ നമുക്കത് പലപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റും. ഉദാഹരണമായിട്ട് നിങ്ങൾ ബ്രിസ്ക് വാക്കിംഗ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെ നടക്കുന്ന ആളിനോട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ വർത്തമാനം പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ വ്യായാമം വലിയ കുഴപ്പമില്ല, സ്ട്രെനുവസ് എക്സർസൈസ് അല്ല. അതുപോലെ തന്നെ പാട്ട് പാടാൻ അറിയാവുന്ന ആളാണെങ്കിൽ പാട്ട് പാടാൻ പറ്റുമെങ്കിൽ അതും ഒരു സ്ട്രെനുവസ് എക്സർസൈസ് അല്ല, സാധാരണയുള്ള വ്യായാമമാണ്. അപ്പോൾ ബ്രിസ്ക് വാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നടക്കുന്ന നടപ്പല്ല. സാധാരണ നമ്മൾ ചിലർ പറയുന്നില്ല, അയാൾ നടക്കുന്ന ഉറുമ്പ് നടക്കുന്ന പോലെയാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെയുള്ള ഒരു വാക്കിംഗ് അല്ല. നമ്മൾ അത്യാവശ്യം ഇച്ചിരി വേഗതയിൽ നടക്കുന്ന ഒരു വ്യായാമത്തെയാണ്, ഒരു നടപ്പിനെയാണ് നമ്മൾ ബ്രിസ്ക് വാക്കിംഗ് എന്ന് പറയുന്നത്. 40 മിനിറ്റ് നമ്മൾ നടന്നു കഴിഞ്ഞാൽ 4 കിലോമീറ്റർ എങ്കിലും ആ സമയം കൊണ്ട് നമ്മൾ നടക്കണം. അതാണ് ബ്രിസ്ക് വാക്കിംഗ്. ഇനി വളരെ സയന്റിഫിക് ആയിട്ട് ഇത് കണ്ടെത്തുന്നതിന് ഒരു ഫോർമുല ഉണ്ട് എന്ന് സൂചിപ്പിച്ചു. എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാക്സിമം ഹാർട്ട് റേറ്റ് നമ്മൾ കണ്ടെത്തണം. ഒരാളുടെ മാക്സിമം ഹാർട്ട് റേറ്റ് കണ്ടെത്തുന്നതിൻ്റെ ഏതാണ്ട് 70% നമ്മൾ ബ്രിസ്ക് വാക്കിംഗ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ മാക്സിമം ഹാർട്ട് റേറ്റ് കണ്ടെത്താൻ 220 നിന്നും അയാളുടെ പ്രായം കുറയ്ക്കണം ആദ്യം. അതായത് 220, 40 വയസ്സുള്ള ഒരാളാണെങ്കിൽ 40 കുറയ്ക്കുമ്പോൾ 180 കിട്ടുന്നു. അതിൻ്റെ 70% നമ്മൾ ബ്രിസ്ക് വാക്കിംഗ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. അതായത് 125 അല്ലെ 126 അയാൾക്ക് വേണ്ട ഹാർട്ട് റേറ്റ്. അപ്പോൾ ഇത് നോക്കി നമുക്ക് വ്യായാമത്തിന്റെ വേഗത നിശ്ചയിക്കാൻ പറ്റും. അപ്പോൾ ആരോഗ്യ സംരക്ഷണത്തിൽ നമുക്ക് സ്ട്രെനുവസ് ആയിട്ടുള്ള എക്സർസൈസ് വേണ്ട. അതായത് ഇപ്പൊ പറഞ്ഞ മാക്സിമം ഹാർട്ട് റേറ്റിന്റെ 80% കൂടുതലാണെങ്കിൽ അത് സ്ട്രെനുവസ് എക്സർസൈസ് ആണ്. അത് നമുക്ക് ആരോഗ്യ സംരക്ഷണത്തിൽ സാധാരണ ആൾക്കാർക്ക് വേണ്ട. തീരെ പതുക്കെ നടക്കുന്നതും, അതായത് 40-50% ആണെങ്കിലും അതുകൊണ്ടും കാര്യമായ പ്രയോജനം കിട്ടുകയില്ല. അപ്പോൾ ഒരു 70%-നും 80%-ന്റെയും ഇടയ്ക്ക് വരുന്നതാണ് നമ്മൾ ബ്രിസ്ക് വാക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ എല്ലാ ദിവസവും നടക്കാൻ പോകുന്നുണ്ട്. സ്കൂളിന്റെ ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. ഏതാണ്ട് 10-25 പേരൊക്കെ ഗ്രൗണ്ടിൽ അന്നേരം നടക്കുന്നുണ്ട്. 1-2 പേര് നടക്കുമ്പോൾ ഞാനതൊന്ന് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അതായത് ഒരാൾ നടക്കുമ്പോൾ ഏതാണ്ട് 50-60 വയസ്സ് പ്രായമുണ്ട്. എൻ്റെ തന്നെ ഒരു സുഹൃത്താണ്. അദ്ദേഹം നടക്കാൻ വരുമ്പോൾ ഒരു മൊബൈൽ ഫോൺ കയ്യിൽ കാണും. ഒരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ അയാൾ നടക്കുന്നത് പതുക്കെയാണ് നടക്കുന്നത്. ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ച ബ്രിസ്ക് വാക്കിംഗ് അല്ല, പതുക്കെ നടക്കുന്നു എന്ന് മാത്രമല്ല അയാളുടെ കയ്യിൽ എപ്പോഴും മൊബൈൽ ഫോൺ ഉണ്ട്, എപ്പോഴും അത് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ബിസിനസ് സംബന്ധിച്ച കാര്യങ്ങളായിരിക്കാം, മറ്റെന്തോ കാര്യങ്ങളായിരിക്കാം. പക്ഷെ പാട്ടല്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. നടക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പാട്ട് കേൾക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല, അത് നല്ലതാണ്. നമുക്കൊരു മാനസിക ആരോഗ്യം കൂടി കിട്ടും. മറ്റൊരാളുടെ ഒരു കേസ് ഹിസ്റ്ററിയുടെ ഉണ്ട്. എൻ്റെ തന്നെ ഒരു പേഷ്യൻ്റാണ്. ഏതാണ്ട് 30 വയസ്സിൽ താഴെയുള്ളൂ. അദ്ദേഹത്തിന് അമിത വണ്ണമുണ്ട്, എല്ലാ അസുഖങ്ങളും ഉണ്ട്. പ്രഷറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ഡയബറ്റീസ് ഉണ്ട്. അയാളുടെ എല്ലാ ദിവസവും നടക്കാൻ പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച നടക്കും. അത് കഴിയുമ്പോൾ പിന്നെ നടപ്പൊന്ന് മുടങ്ങിപ്പോവും. അത് നടക്കുന്നത് മുമ്പേ പറഞ്ഞുകൊണ്ടുള്ള ബ്രിസ്ക് വാക്കിംഗ് അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ നടക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ഉന്തി തള്ളി മരത്തേൽ കയറ്റിയാൽ എന്തുമാത്രം കയറും എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മൾ എപ്പോൾ വ്യായാമം ചെയ്താലും നമ്മളത് മനസ്സിൽ ഉൾക്കൊണ്ട്, അതായത് വ്യായാമത്തിന്റെ പ്രയോജനങ്ങൾ ഇത്രയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കി, വ്യായാമം ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ അതനുസരിച്ച് വ്യായാമം ചെയ്യണം. വ്യായാമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളത് കൺസിസ്റ്റൻസിയാണ്. അതായത് വ്യായാമം ചെയ്യുമ്പോൾ അത് തുടർച്ചയായിട്ട് തന്നെ ചെയ്താലേ വ്യായാമത്തിന്റെ പ്രയോജനം നമുക്ക് കിട്ടുകയുള്ളൂ. ഒരാളെ നിർബന്ധിച്ച് വ്യായാമം ചെയ്യിക്കുകയാണെങ്കിൽ അയാൾ ചിലപ്പോൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ചെയ്യും, അത് കഴിയുമ്പോൾ അയാൾ അത് നിർത്തും. അപ്പോൾ അങ്ങനെ സംഭവിക്കരുത്. വ്യായാമം നമ്മൾ തുടർച്ചയായിട്ട് തന്നെ ചെയ്യണം. അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കണം, നമ്മുടെ ദിനചര്യയുടെ ഒരു ഭാഗമാക്കണം. നമ്മൾ അതിന്റെ ആവശ്യം ഉൾക്കൊണ്ട് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നും ഒരു തീരുമാനം വരണം വ്യായാമം ചെയ്യാൻ. അങ്ങനെ വ്യായാമം ചെയ്താലേ വ്യായാമത്തിൻ്റെതായ എല്ലാ പ്രയോജനങ്ങളും നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വളരെ വിലപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.